ആര്യൻ. രചന അളകനന്ദ ലസു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. സത്യകൃഷ്ണ, സിയെ കൊന്നത് ആരാണെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ടാ നീ ഒന്ന് വിശ്വസിക്കേ. അപ്പു ദയനീയമായി പറഞ്ഞു. എങ്കിലും കുട്ടുവിന്റെ സംശയം മാറിയിട്ടില്ലായിരുന്നു. എൻ്റെ അച്ഛനും ചേട്ടനായിട്ട് പോലും അവരെ ഞാനിപ്പോൾ ഒറ്റിത്തന്ന് അവർ ചെയ്ത അത്ര വലിയൊരു ദ്രോഹമായതുകൊണ്ടാണ് കൃഷ്ണ. അത് മാത്രമല്ല, ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനായിട്ട് അച്ചുവേട്ടനെ കണ്ടിട്ടുള്ളൂ. എൻ്റെ സ്വന്തം സഹോദരന്മാർ എനിക്ക് തരുന്നതിൽ എത്രയധികം സ്നേഹം തന്നതാണ് എൻ്റെ അച്ചുവേട്ടൻ. അങ്ങനെയുള്ള എൻ്റെ അച്ചുവേട്ടന് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അപ്പം ഞാൻ മറ്റെന്തെങ്കിലും മറച്ചു വെച്ച് സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല ആ കുട്ടിയെ കൊന്ന ആരാണെന്ന്. അപ്പു നിറമികളോടെ പറഞ്ഞു നിർത്തിയപ്പോൾ കുട്ടുവിൻ്റെ അവളിലുള്ള പിടി അയഞ്ഞു പോയിരുന്നു. ശരിയാണ്, സ്വന്തം രക്തത്തെ അവൾ ഒറ്റി തന്നിട്ടുണ്ടെങ്കിൽ അവൾ അച്ചുവേട്ടന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവൾ ഇനിയും സംശയിക്കുന്നതിൽ അർത്ഥമില്ല. കുട്ടൊന്ന് ആലോചിച്ചു. ശേഷം അവൻ കണ്ണിലെരിഞ്ഞ പകയോടെ വെട്ടിത്തിരിഞ്ഞ് നടന്നു. കൃഷ്ണ, ഒന്ന് നിൽക്ക്, ഞാൻ പറയട്ടെ പ്ലീസ്. ചാടി കയറി നീ ഒന്നും ചെയ്യരുത്. അവനേക്കാൾ വേഗത്തിലോടി അവന് മുമ്പിൽ ഒരു തടസ്സമായി നിന്നുകൊണ്ട് അപ്പു പറഞ്ഞു. ഇനി അവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടെ എന്നുള്ള ആധി അവളിൽ തെളിഞ്ഞ് കാണാമായിരുന്നു. നീ മാറിക്ക്, എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഉപദേശമൊന്നും എനിക്കിപ്പോൾ ആവശ്യമില്ല. അവളെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ മുന്നിലേക്ക് നടന്നു. അപ്പു എന്ത് ചെയ്യണമെന്നറിയാതെ പേടിയോടെ നിന്നുപോയി. ഒരു ഭാഗത്ത് തൻ്റെ സ്വന്തം ചോരയായവരും മറുവശത്ത് താൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്നവരുമാണ്. അവൾ ആകെ ധർമ്മസങ്കടത്തിലായിപ്പോയി. പിന്നൊരു കാര്യം നീ മനസ്സിൽ വെച്ചോ അപ്പു, നിന്റെ അച്ഛനും ആദിക്കും ഇനി അധികം ആയുസ്സുണ്ടാവില്ല. എന്റെ കുടുംബം തകർത്തവരെ ഈ ഭൂമിക്ക് മുകളിൽ ഇനിയും വെച്ചോണ്ടിരുന്ന ഞാൻ ജീവിച്ചിരിക്കുന്നതിന് പോലും ഒരു അർത്ഥം ഉണ്ടാവില്ല. അപ്പുവിന്റെ കണ്ണുകൾ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് കൃഷ്ണജിത്ത് പോയി. വന്യമായൊരു മുഖഭാവത്തോടെ പറഞ്ഞിട്ട് പോയവനെ അവൾ ദുഃഖത്തോടെ നോക്കി നിന്നു. അകലിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന ഒരുവന്റെ കണ്ണുകളിൽ തീ പോലെ ക്രോധമെരിഞ്ഞു. മണലിൽ അമർത്തി ചവിട്ടിക്കൊണ്ട് അവൻ ദേഷ്യത്തിൽ ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് വെച്ച്. പറഞ്ഞൊക്കെ നേരാ, അവൾ ചതിച്ചു. മിഴികൾ നിറഞ്ഞിൽക്കുന്ന അപ്പുവിനെ നോക്കി അവൻ മൊഴിഞ്ഞു. എനിക്കറിയാമായിരുന്നു. നീ വരുമ്പോൾ അവളുണ്ടാവണം കൂടെ, കേട്ടല്ലോ? ശരി. മറുപുറത്തെ പരുഷമായ ശബ്ദത്തിന് അവൻ സമ്മതമെന്നോണം മറുപടി പറഞ്ഞു. റോഡിനരികിലേക്ക് നടന്ന അപ്പുവിന്റെ മുമ്പിലായി ഒരു കാറ് വലിയൊരു ഇരമ്പലോടെ വന്നു നിന്നു. പെട്ടെന്നായതിനാൽ അപ്പു ഭയന്ന് പിന്നോക്കം പോയി. കാറിന്റെ ഡോർ തുറന്ന് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയതും അപ്പുവിന്റെ ഹൃദയം ഉച്ചത്തിൽ തുടികൊട്ടി. അവൾ വിയർത്തു കുളിച്ചു പോയി. സ്വന്തം സഹോദരനെ കാണെ ഇത്രമാത്രം ഭയപ്പെട്ടു പോകും വിധമുള്ള തന്റെ ദുർവിധിയോർത്ത് ഒരു വേള അവൾക്ക് ദുഃഖം തോന്നി. എങ്കിലും നിമിഷ നേരം കൊണ്ട് മുഖത്തെ പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നീ എന്താ മോളെവിടെ? ആദ്യം അവളുടെ പരവേശം മിഴികളാൽ ഒപ്പിയെടുത്തുകൊണ്ട് ചോദിച്ചു. അത് ഏട്ടാ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. അവളുടെ കൃഷ്ണമണികൾ ഒരിടത്ത് കേന്ദ്രീകരിക്കാനാവാതെ അലഞ്ഞു നടന്നു. എന്നിട്ട് കണ്ടോ? അവളൊന്ന് തലയാട്ടി. എന്നവാ ഞാനും വീട്ടിലോട്ടാ. അവൻ ഡോർ തുറന്ന് സീറ്റിലേക്ക് ഇരുന്നു. കാറിന് മുമ്പിലൂടെ യാന്ത്രികമായി നടന്നു വന്ന് ഡോർ തുറന്ന് കയറിയിരിക്കുന്നവളെ ആദ്യ കണ്ണിലുരുവായ ദേഷ്യത്തോടെ നോക്കി. കടപ്പല്ലിൽ ഞെരിച്ചമർത്തി അവൻ കൺകോണിലൂടെ അപ്പുവിനെ നോക്കി. അപ്പോഴും ഇനി സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെ മനസ്സിൽ കണ്ട് ആവലാതി പൂണ്ടിരിക്കുകയായിരുന്നു. കാറ് അതിവേഗത്തിൽ പോകുന്നതോ തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലിരിക്കുന്ന ആദിയൊന്നും അവൾ കാണുന്നേയില്ലായിരുന്നു. വീണുമ്പിൽ വണ്ടി നിർത്തി അവൾ ഇറങ്ങുന്നതിന് മുന്നേ ആദി ചാടി ഇറങ്ങി. അപ്പുവിന്റെ സൈഡിലെ ഡോർ വലിച്ചു തുറന്ന് അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ച് അകത്തേക്ക് പാഞ്ഞു. എന്താ ആദ്യമായിട്ട് ഇത്? വിട്ട്, കയ്യിൽ നിന്ന് വിട്, എനിക്ക് വേദനിക്കുന്നു. അവന്റെ പിടിമുറുകി അപ്പുവിന്റെ കൈ തന്നെ ചുമന്നു തുടങ്ങി. ഇത്ര പെട്ടെന്ന് അവന്റെ ഭാവം മാറാൻ എന്താണ് ഉണ്ടായതെന്ന് ആലോചിച്ചിട്ട് അപ്പുവിനൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളെ പിടിച്ചു വലിച്ച മുകൾ നിലയിൽ സച്ചിയുടെ മുറിയിലെ ടൈൽ തറയിലേക്ക് ആഞ്ഞു തള്ളിയിടുമ്പോൾ ആദി പുച്ഛത്തോടെ ചിറികൂട്ടി. അപ്പു വേദന കൊണ്ട് നിറഞ്ഞ കണ്ണുകളൊന്ന് ഉയർത്തി നോക്കി. മുന്നിൽ ജനലോരം തിരിഞ്ഞു നിൽക്കുന്ന തന്റെ അച്ഛനെ കാണെ അന്ന് ആദ്യമായി അവൾക്ക് രക്തം പോലും മരവിപ്പിക്കും പോലെ ഭയം തോന്നി. ആദിയുടെ പെരുമാറ്റത്തിൽ തന്നെ എന്തോ ഒരു പന്തികയുടെ അപ്പുവിന് മനസ്സിലായി. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അപ്പോഴേക്ക് ആദിയുടെ മുടിയിൽ ചുഴറ്റി പിടിച്ച് അവളെ പൊക്കിയെടുത്തു. ആദി ബലം പിടിച്ച് അവളെ നേരെ നിർത്തി. വേദനിക്കുന്ന ആദ്യേട്ടാ. അപ്പു വേദന കൊണ്ട് കരഞ്ഞുപോയി. ഇത്രയും നാളൊരു പുൽനാമ്പ് കൊണ്ട് പോലും വേദനിപ്പിക്കാൻ താൻ മുതിരാത്ത തന്റെ കുഞ്ഞനിയത്തിയാണ്. അവളുടെ വേദന നിറഞ്ഞ കരച്ചിൽ ആദിയുടെ ഹൃദയത്തിൽ എവിടെയോ ഒന്ന് കൊണ്ടു. പക്ഷെ അവൾ ചെയ്തോർക്കെ അവന് വീണ്ടും അപ്പുവിനോട് കലി തോന്നി. പക്ഷെ അപ്പോഴും സച്ചിയുടെ ആ നിശബ്ദത അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അച്ഛന്റെ നിശബ്ദതയെ പോലും പേടിക്കേണ്ടതാണ് അവൾ ഓർത്തു. എന്നാലും നീ ഞങ്ങളെ ചതിച്ചളഞ്ഞലോടി. ആദിയുടെ ശബ്ദത്തിൽ എവിടെയോ ഒരു പതർച്ചയുണ്ടായിരുന്നു. എങ്കിലും അതിനപ്പുറമായിരുന്നു അപ്പുവിനോടുള്ള അവന്റെ അമർഷം. വാക്കുകൾക്കൊപ്പം ആദിയുടെ ഉരുക്കുപോലുള്ള കൈപ്പത്തി അപ്പുവിന്റെ കവിളിൽ പതിഞ്ഞു. കരണം പൊത്തി അവൾ ആ നിലത്ത് വീണുപോയി. വായിൽ ഉമിനീരിനൊപ്പം ചോരച്ചുവ കലരുന്ന അപ്പു അറിയുന്നുണ്ടായിരുന്നു. അതിനേക്കാൾ അവന്റെ വായിൽ നിന്ന് വീണ വാക്കുകളാണ് അപ്പുവിനെ ഉലച്ചു കളഞ്ഞ്. അപ്പൊ എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കുന്നു. താൻ കൃഷ്ണത്തിനോട് പറഞ്ഞൊക്കെ അച്ഛനും ഏട്ടനും എങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പുവിന്റെ ഹൃദയമിടിപ്പ് ഉയർന്നു. സ്വന്തം സഹോദരൻ അച്ഛനുമാണ് അരിയിലെങ്കിലും അവൾക്ക് മരണഭയം തോന്നി. വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ അവളെ ആ നിമിഷം വലയം ചെയ്തു.
വേണ്ടി വന്നാൽ തന്നെയും കൊല്ലാൻ മടിക്കാത്തവരാണ്. പൊന്നുപോലെ അല്ലടി നിന്നെ ഞങ്ങൾ നോക്കിയത്. എന്തെങ്കിലും ഒരു കുറവ് നിന്നെ അറിയിച്ചിട്ടുണ്ടെന്നവരെ, എന്നിട്ട് സ്വന്തം അച്ഛനെയും കൂടപ്പറപ്പിനെയും ഒറ്റിക്കൊടുക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? നിനക്കൊന്ന് കുഴിച്ചു മൂടായിരുന്നു വേണ്ട പുല്ലേ. ആദി കലിയടങ്ങാതെ അപ്പുവിന്റെ ഇരുകവളിലും മാറി മാറി അടിച്ചു. ആദി വേണ്ട. വീണ്ടും അവൻ കൈ ഉയർത്തിയതും സച്ചിയുടെ ഗാംഭീര്യമുള്ള ശബ്ദം അവനെ തടഞ്ഞു. അപ്പു ജീവനില്ലാത്ത പോലെ മിഴികൾ ഉയർത്തിയ അയാളെ വെറുതെ ഒന്ന് നോക്കി. എന്താച്ചാ എന്താ അവൾ ഇനി ചെയ്യേണ്ടത്? വെറുതെ ഒരു കണ്ണുകൂടെ പുറത്തു വേണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ പോലും ഇവളെ ആവശ്യസിച്ചില്ല. പക്ഷെ അവൻ മറ്റവന്റെ ഒപ്പം ഇവളെ അവിടെ വെച്ച് കണ്ടപ്പോ ആരെങ്കിലും ഇവളെ കാണാമെന്നവരുടെ സംസാരം ശ്രദ്ധിച്ചപ്പോ എനിക്ക് മനസ്സിലായി എന്റെ വിശ്വാസങ്ങളെല്ലാം തെറ്റായിരുന്നെന്ന്. അതുപോലെ അച്ഛന്റെ സംശയം ശരിയാണെന്ന്. ഒരു മനസാക്ഷി കുത്തുപോലും ഇല്ലാതില്ല അച്ഛാ ഈ നാശം പിടിച്ചവൾ നമ്മളവന് കാട്ടിക്കൊടുത്ത് നമ്മളെ കൊലക്കൊടുക്കാൻ മനഃപൂർവ്വം ചെയ്തല്ലേ ഇവള്. ഇവളെ ഇനി എനിക്കൊരിക്കലും പഴയപോലെ സ്നേഹിക്കാനാവില്ല. എന്റെ അനിയത്തിയായിട്ട് കാണാനും കഴിയില്ല. ഈ വിഷജന്തുവിനെ കൊന്നുകളയാ വേണ്ടത്. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെ തീർക്കും ഞാൻ. അങ്ങനെ നമ്മളില്ലാതാക്കി ഇവള് മാത്രം സൂചിച്ചിരിക്കാതെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നാശിപ്പിക്കും ഞാനെല്ലാം. ആദി കലിയടങ്ങാതെ ചുറ്റുമുള്ള ഓരോ വസ്തുക്കളും എറിഞ്ഞുടച്ചു. അപ്പോഴും നിർജീവമായി എല്ലാം കണ്ടു നിന്നു. സച്ചിയുടെ മൗനം വരാൻ പോകുന്ന എന്തോ വലിയൊരു വിപത്തിന്റെ മുന്നോടിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. നീ ഒന്ന് അടങ്ങാതി, ഞാൻ എൻ്റെ അപ്പുമോളോടൊന്ന് സംസാരിക്കട്ടെ ആദ്യം. ശാന്തമായിരുന്നെങ്കിലും അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന വന്യഭാവം അപ്പുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും അവൾ പതറിയില്ല. ജന്മം തന്നവളുടെ കൈകൊണ്ട് മരിക്കാനാണ് തന്റെ വിധിയെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നവൾ മനസ്സിൽ ചിന്തിച്ച് അപ്പുവിന്റെ തോളിൽ കൈവച്ച അയാൾ അവൾ അരികിലേക്ക് ചേർത്ത് നിർത്തി. അപ്പു, എൻ്റെ 3 മക്കളിൽ ഏറ്റവും ഇളയതാണ് നീ. ഞാൻ ഏറ്റവും കൊഞ്ചിച്ചിട്ടുള്ളതും ലാളിച്ചിട്ടുള്ളതെല്ലാം നിന്നെയാ. ആദ്യം അക്കുവിനേക്കാളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു നീ. ഒരുപാട് സ്നേഹവും ലാളനെയും തന്ന് നിന്നെ ഇതുവരെ വളർത്തിയുള്ള പ്രതിഫലമായിട്ടാണോ അച്ഛൻ്റെ പൊന്നുമോൾ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത്? സച്ചിയുടെ കണ്ണുകളിലെ ക്രൂരഭാവം കണ്ട് അപ്പു ഭയത്തോടെ ഉമിനീരിറക്കി. എൻ്റെ മോൾക്ക് ഒരുപാട് വേദനിച്ചോ? ആദിയുടെ അടികൊണ്ട് ചുണ്ടു മുറിഞ്ഞൊഴുകുന്ന ചോര തുടച്ചു കൊടുത്തുകൊണ്ട് സച്ചി ചോദിച്ചും അച്ഛൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ അപ്പു പരിഭ്രാന്തിയിലായി. വേദനിച്ചു കാണും, അമ്മാതിരി അടിയല്ലേ അവൻ അടിച്ചത്. സാരമില്ല, നിന്റെ ഏട്ടനല്ലേ. ഇന്ന് വരെ നിന്നെ ഞങ്ങളൊന്നും നുള്ളി പോലും നോവിച്ചിട്ടില്ല. അതിൻ്റെയും കൂടെ ഇപ്പൊ തീർന്നു എന്ന് കരുതിയാൽ മതി. നിന്നെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല അപ്പു. നീ എൻ്റെ പൊന്നു മോളല്ലേ. അച്ഛാ, ദേഷ്യത്തോടെ ആദി വിളിച്ചു. സച്ചി അവനെ രൂക്ഷമായി നോക്കി. അപ്പു ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തത പോലെ സച്ചിയുടെ പെരുമാറ്റം അവളെ വല്ലാതെ ഭയം കൊണ്ട് മൂടി. അച്ഛൻ, ഞാൻ നിങ്ങൾ ചെയ്ത്... അപ്പു വിറക്കുന്ന ശരീരത്തോടെ പറയാനൊരുങ്ങി. വേണ്ട, എൻ്റെ മോളൊന്നും പറയണ്ട. അപ്പുവിന്റെ ചുണ്ടിൽ കൈവച്ച് തടഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു. എൻ്റെ മോൾക്കൊരു കാര്യം അറിയാവോ? ചതിക്കുള്ള ശിക്ഷ അത് മരണമാണ്. തന്റെ കണ്ണുകൾ നോക്കിയത് പറയുമ്പോൾ അച്ഛന്റെ ചുണ്ടുകളിൽ ചിരി വിരിയുന്ന അപ്പു കണ്ടു. മരണത്തേക്കാൾ ഭയാനകമായ വന്യമായൊരു പുഞ്ചിരി. അത് ശക്തി പ്രാപിച്ചൊരു അട്ടഹാസമായി മാറി ആ മുറിയാകാതെ പ്രകമ്പനം കൊണ്ടു. അപ്പുവിന്റെ ഹൃദയം പോലും ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി. തന്റെ അച്ഛന്റെ ഭാവവ്യത്യാസം നേരിൽ കണ്ട് തറഞ്ഞിരുന്നു പോയി അപ്പു. ഇത്രമാത്രം ക്രൂരനാവാൻ എങ്ങനെ തന്റെ അച്ഛനെ കഴിയുന്നു? അവൾ വേദനയോടെ ചിന്തിച്ച്. പതിയെ പതിയെ അട്ടഹാസം കുറഞ്ഞു വന്നു. അപ്പു ഭീതിയോടെ അയാളെ നോക്കി. എൻ്റെ അപ്പുമോള് പേടിക്കണ്ട, നിന്നെ ഞാൻ കൊല്ലില്ല. ജന്മം തന്ന കൈകൊണ്ട് നിന്റെ ജീവൻ എടുക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ മരണത്തേക്കാൾ വലിയൊരു വേദനയുണ്ടെന്ന് എൻ്റെ മോൾക്ക് ഈ അച്ഛൻ മനസ്സിലാക്കി തരും. എങ്ങനെയാണെന്നല്ലേ? അപ്പോൾ അയാൾ പറയാൻ പോകുന്ന എന്താണെന്ന് കേൾക്കാൻ ഉയർന്ന നെഞ്ചിരിപ്പോടെ ചെവി കൂർപ്പിച്ചു. അയാൾ അതും പറഞ്ഞുകൊണ്ട് ആദിയെ തിരിഞ്ഞു നോക്കി. അയാളുടെ മുഖത്തെ ക്രൂരമായ പുഞ്ചിരി അതവന്റെ മുഖത്തേക്ക് വ്യാപിക്കുന്നത് അപ്പു അമ്പരപ്പോടെ നോക്കി കണ്ടു. പൊടുന്നതിനെ സച്ചി അതിവേഗത്തിൽ അപ്പുവിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി. ആ കണ്ണുകളിലെ രൂക്ഷമായ നോട്ടം താങ്ങാനാവാത്ത പോലെ അപ്പു ഒന്ന് പിന്നോക്കം മാഞ്ഞുപോയി. അപ്പു മോളെ, നമ്മുടെ മരണത്തേക്കാൾ നമ്മളെ വേദനിപ്പിക്കുന്ന എന്താണെന്ന് നിനക്കറിയോ? അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ തേടി മൃത്യുയെത്തുന്നതാ. നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മുടെ മുമ്പിൽ കിടന്ന് ജീവന് വേണ്ടി കേഴുന്ന കാണുമ്പോഴാ ശരിക്കും നമുക്ക് മരണത്തേക്കാൾ ഭീകരമായ വേദന തോന്നുന്നത്. അതും അവരുടെ ജീവൻ നമ്മൾ കാരണമാണ് ഈ ഭൂമി വിട്ടു പോകുന്നതെങ്കിലോ അതാ വേദന ഇരട്ടിപ്പിക്കും. സച്ചി പറയുന്ന കേട്ട് അപ്പു സംശയത്തോടെ അയാളെ മിഴികൾ ഉയർത്തി നോക്കി. അയാൾ എന്താണ് ഉദ്ദേശിച്ചെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ അയാളുടെ മുഖത്തെ പുഞ്ചിരിയുടെ ആക്കം കൂടുന്നതിനനുസരിച്ച് അവൾ അയാൾ പറഞ്ഞ വരികളിലൂടെ സഞ്ചരിച്ചു. അതിനർത്ഥം മനസ്സിലാക്കിയെന്നോണം അവളുടെ ഉള്ളൊന്ന് കിടുങ്ങി.
എനിക്ക് പ്രിയപ്പെട്ട ആരോ എൻ്റെ മുന്നിൽ മരിച്ചു വീഴാൻ പോകുന്നു, അതും ഞാൻ കാരണം. അപ്പോൾ ഒരു പ്രേയത്തെ കണ്ട പോലെ വിളറി വെളുത്തുപോയി. താൻ കാരണം ആർക്കോ ആപത്ത് വരാൻ പോകുന്നു എന്ന ചിന്ത അവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഇനി അതാരാണെന്ന് എൻ്റെ മോൾക്കറിയണ്ടേ? ദേ നോക്ക്. ആദിയുടെ കയ്യിലെ ടാബിലേക്ക് ചൂണ്ടി സച്ചി പറഞ്ഞതും അപ്പു പിടയുന്ന മിഴികളോട് അങ്ങോട്ട് നോക്കിപ്പോയി. അതിൽ തെളിയുന്ന കാഴ്ച കണ്ട് അപ്പുവിന്റെ ഹൃദയം മുറിഞ്ഞ് രക്തം ചിന്തി. കണ്ണുകൾ മുമ്പത്തേതിലും ഇരട്ടിയായി നിറഞ്ഞൊഴുകി. അവളുടെ മുഖവും കഴുത്തും നനയിപ്പിച്ചു. വിറക്കുന്ന ചുണ്ടുകളും ശരീരവുമായി അവൾ ആ ഭിത്തിയിൽ ചാരി നിന്ന് പോയി. ഒരു വേള ശ്വാസം കിട്ടാത്തവളെ പോലെ അവൾ വെപ്രാളം പൂണ്ടു. ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് ഒഴുക്കാനാവാതെ അവളുടെ കണ്ണുകൾ പോലും ഉന്തി വന്നു. താനിപ്പോൾ മരിച്ചു വീഴുമെന്ന് പോലും അവൾക്ക് തോന്നി. കൃഷ്ണ. വിറകൊള്ളുന്ന ചൊടികൾ ആ പേര് ഉരുവിടുന്ന കണ്ടതും ആദ്യം സച്ചിയും ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. മുന്നിൽ നിൽക്കുന്ന കേവലം മനുഷ്യന്മാർ പോലുമല്ലെന്ന് അവൾക്കപ്പോൾ തോന്നിപ്പോയി. മനുഷ്യരൂപം പൂണ്ട അസുരന്മാർ. അവൾ മറന്നൊന്ന് ആ കാഴ്ചയിലേക്ക് കണ്ണു നട്ടുപോയി. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന തൻ്റെ പ്രണയം, തൻ്റെ പ്രാണൻ. അപ്പുവിന് തൻ്റെ ജീവൻ പോകുന്ന പോലെ തോന്നി. എവിടെയോ കയ്യും കാലും ബന്ധിച്ച നിലയിലായിരുന്നു കുട്ട്. ആ സ്ഥലം പോലും അപ്പുവിന് അപരിചിതമായിരുന്നു. അവൻ ധരിച്ചിരുന്ന ആ വെള്ള നിറത്തിലുള്ള ഷർട്ട് നിറയെ ചോരക്കറ നിറഞ്ഞ് ചുവപ്പായി മാറിയിരിക്കുന്നു. കൈകളിലും മുഖത്തും നെഞ്ചുമെല്ലാം മുറിവേറ്റ പാടുകൾ. ആ മുറിവിൽ നിന്ന് രക്തം കിനിയുന്നു. വെറും ഞരക്കങ്ങളും മൂളലുകളും മാത്രമാണ് ഇപ്പോൾ അവനിൽ അവശേഷിക്കുന്നതെന്ന് കാണെ അപ്പോൾ ആർത്തലച്ച് കരഞ്ഞുപോയി. ഹൃദയം പൊട്ടി തൻ്റെ സ്വന്തം മകൾ കരയുന്ന കാണെ ശശി കണ്ണിൽ വിരിഞ്ഞ പുച്ഛത്തോടെ ആ നിൽപ്പ് നിന്നു. അച്ഛ, എൻ്റെ കൃഷ്ണ, അവനെ നിങ്ങളൊന്നും ചെയ്യല്ലേ പ്ലീസ് അച്ഛ. അവനെ ഉപദ്രവിക്കരുതെന്ന് പറയും. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ കാരണം എൻ്റെ കൃഷ്ണ. അപ്പോൾ അലമുറിയിട്ട് കരഞ്ഞുകൊണ്ട് ശശിയുടെ കാലിൽ വീണു. അപ്പോഴും ആദ്യ അച്ഛൻ അവനെ വീണ്ടും മർദ്ദിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. നീ എന്താണ് വിചാരിച്ചേ? നീ ഞങ്ങളെ കാട്ടിക്കൊടുത്ത ഇവൻ ഞങ്ങളെങ്ങും മുഴുവനായിട്ടും വിഴുങ്ങിക്കളയുന്നു. ഇവനേക്കാൾ ബുദ്ധിയും ശക്തിയും ഉണ്ടായിരുന്ന ആരും ഞങ്ങൾക്ക് മുമ്പിൽ ഒന്നുമല്ലായിരുന്നു. അപ്പോഴാ ഈ ചീള് ചക്കൻ. ശശി കടപ്പലഞ്ഞരിച്ചുകൊണ്ട് പറയുന്ന കേട്ട് അപ്പു തകർന്നു പോയി. എന്റെ പൊന്നനിയത്തി ഇനി ഉച്ചത്തിൽ കരയാൻ പോകുന്നേ ഉള്ളൂ. നീ ഞങ്ങൾ ഒറ്റിക്കൊടുത്ത നിമിഷം തീർന്നടി. നീ ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും. എന്നിട്ട് ഇപ്പോഴും അവന് വേദനിക്കുമ്പോഴാ അവൾക്ക് നോവുന്ന്. അരടി ചൂലേ. ആദ്യം അവളെ കൈമുട്ടിൽ പിടിച്ചു വലിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ചു. അച്ഛ, അവനൊന്ന് ചെയ്യലെന്ന് പറച്ച. ഞാനല്ലേ നിങ്ങളെ ചതിച്ച്. അതിന് എൻ്റെ ജീവനെടുത്തോ. പക്ഷെ കൃഷ്ണയെ വെറുതെ വിട്ടേക്കച്ച. അവനെ ഇനിയും ഉപദ്രവിക്കരുതെന്ന് പറയച്ച. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. പ്ലീസ് ആദ്യേട്ടാ ഒന്ന് പറ അച്ഛനോട്. അവൾ ഇരു കൈയും കൂപ്പി സച്ചിക്കും ആദിക്ക് മുമ്പിൽ കുട്ടുവിന് വേണ്ടി യാചിച്ചു. ആദ്യം അവളുടെ കരണത്ത് നീട്ടിയടിച്ചുകൊണ്ടാണ് അവന്റെ ദേഷ്യം തീർത്ത്. സച്ചി മാറി കട്ടിലിരുന്നുകൊണ്ട് ടാബിലുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. ആദിയുടെ അടിയുടെ വേദനയോ അച്ഛൻ്റെ ശകാരവർഷങ്ങളോ ഒന്നും അപ്പോൾ അറിയുന്നതേ ഇല്ലായിരുന്നു. അവളുടെ നെഞ്ചിലും കണ്ണിലും മുഴുവൻ വേദന കൊണ്ട് പിടയുന്ന തൻ്റെ പ്രാണന്റെ മുഖം മാത്രമാണ്. സത്യമാണ് അച്ഛൻ പറഞ്ഞത്. നമ്മുടെ മരണവേദനയേക്കാൾ എത്രയോ ഭീകരമാണ് നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മൾ കാരണം മരണത്തിലേക്ക് നയിക്കപ്പെടുന്നത്. ആ വേദന ഓരോ നിമിഷവും തന്നെ കാർന്നു തിന്നുന്നത് അപ്പുവിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവൻ ജീവനോടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ആപത്താ. അവനെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക് സേവി. നിഷ്കരണം സച്ചി പറഞ്ഞ ആ വാക്കുകൾ അപ്പുവിന്റെ കാതിൽ ഈയം ഒരുക്കിയൊഴിച്ച പോലെ തോന്നിച്ചു. തനിക്ക് ചുറ്റും 1000 വണ്ടികൾ മൂളുന്ന പോലെ അവൾക്ക് തോന്നി. കണ്ണുകളിൽ ഇരുട്ട് വ്യാപിക്കുന്ന പോലെ. അച്ഛ, വേണ്ട അച്ഛ, അവനൊന്നും ചെയ്യല്ലേ. ആദ്യട്ടാ ഞാൻ കാലൊടിക്കാം. അവനെ വെറുതെ വിടാൻ പറയും. ദൈവത്തെ ഓർത്ത് അവനൊന്നും ചെയ്യല്ലേ. അവൾ ആദിയുടെ കാൽക്കൽ വീണതും അവൻ കലിയോടെ അവളെ ദൂരേക്ക് തൊഴിച്ചു മാറ്റി. ടാബ് അവൾക്ക് നേരെയുള്ള ടേബിൾ വെച്ചുകൊണ്ട് സച്ചി ആദിയെ കണ്ണു കാണിച്ചു. അതിനർത്ഥം മനസ്സിലാക്കിയ പോലെ ആദി പിടിച്ച് നേരെ ഇരുത്തി. ഒന്ന് നേരെ ഇരിക്കാൻ പോലും ആവാത്ത വിധം അവൾ അശക്തിയായിരുന്നു. എൻ്റെ അപ്പുമോൾക്ക് അച്ഛനൊരു കാഴ്ച കാണിച്ചു തരാം. ജീവന്റെ ജീവനായി മോള് കരുതിയ ആളുടെ പ്രാണം പോകുന്നത് അപ്പുമോൾക്ക് കാണണ്ടേ? ദേ നോക്ക്. സച്ചി പറയുന്നൊക്കെ ഏതോ ഒരു ഗർത്തത്തിൽ നിന്ന് കേൾക്കുന്ന പോലെ അവൾക്ക് തോന്നി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് അപേക്ഷ നിറഞ്ഞ ഭാവത്തിൽ അവൾ തന്റെ അച്ഛനെ ഒന്ന് നോക്കി. നോക്കടി മര്യാദക്ക് നീ. ആദ്യം അവളുടെ മുഖം ബലം പിടിച്ച് ആ സ്ക്രീനെ നേരെ ആക്കി വെച്ചു. അപ്പു കരഞ്ഞുകൊണ്ട് നിഷേധാർത്ഥത്തിൽ തലയിട്ട് വെട്ടിച്ചുകൊണ്ടേയിരുന്നു. കയ്യിലൊരു കത്തിയുമായി അവശനായി കിടക്കുന്ന കൃഷ്ണജിത്തിന്റെ അരികിലേക്ക് നടന്നെടുക്കുന്ന ഒരാൾ. ആ കാഴ്ചയിൽ രക്തം മരവിക്കുന്ന പോലെ തോന്നി അപ്പുവിന്. തൻ്റെ കൃഷ്ണ ഇപ്പോൾ ആ കത്തിമുനയിൽ. അവൾക്കത് ചിന്തിക്കാൻ പോലും ആയില്ല. അച്ഛ പ്ലീസ് വേണ്ടെന്ന് പറയും. കൊല്ലല്ലേ അച്ഛ, അവനെ കൊല്ലല്ലേ. അപ്പുവിന്റെ തൊണ്ട പൊട്ടി. സച്ചി ഒന്നും കാര്യമാക്കിയതേയില്ല. അയാൾ കുട്ടുവിന്റെ പിന്നിലായി ചെന്ന് നിന്ന് അവന്റെ നീണ്ട മുടികളിൽ പിടിച്ച് തല പിന്നിലേക്ക് വലിച്ചു വെച്ചു. അവന്റെ മുഖത്ത് ചോരപ്പാടുകൾ കണ്ട് അപ്പു പൊട്ടിക്കരഞ്ഞുപോയി. ആ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. പീനുകളിൽ പോലും രക്തം. എനിക്ക് കാണണ്ട, വേണ്ട. അവൾ ശക്തിയിൽ കുതിരിക്കൊണ്ട് അലറി. അപ്പോഴും ആദ്യം അവളുടെ മുഖം ബലമായി സ്ക്രീനിന് നേരെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ കത്തി അവന്റെ കഴുത്തിന് നേരെ വന്നു. അപ്പോൾ ഒരു അലർച്ചയോടെ കണ്ണുകൾ മുറുക്കി അടച്ചു. അപ്പോഴേക്ക് അവൾ കുഴഞ്ഞ ആദിയുടെ കയ്യിലേക്ക് വീണുപോയിരുന്നു. പക്ഷേ മുമ്പിലെ സ്ക്രീനിലെ കാഴ്ച അപ്പോഴേക്ക് അവ്യക്തമായത് കണ്ട് സച്ചിയും ആദിയും അത്ഭുതപ്പെട്ടു.
പെട്ടെന്ന് ആ വീഡിയോ ഓഫായി പോവുകയും ചെയ്തോടെ സച്ചി പരിഭ്രമത്തോടെ ആദിയെ നോക്കി. അവനും കാര്യമെന്താണെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു. അപ്പുവിനെ ആ വെറും നിലത്തേനെ ഉപേക്ഷിച്ച് രണ്ടാളും വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. ആദ്യം സച്ചിയും പുറത്തേക്ക് പോയപ്പോഴാണ് റൂമിന് പുറത്ത് അവിടെ സംസാരങ്ങൾ ശ്രവിച്ചുകൊണ്ട് ആകാശം നിൽപ്പുണ്ടായിരുന്നു. അവനെ അവർ കണ്ടിരുന്നില്ല. വാതിൽ തുറന്ന് അകത്ത് കയറിയത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന തന്റെ കുഞ്ഞു പെങ്ങളെ കണ്ട് അക്കുവിന്റെ ഹൃദയം നുറുങ്ങി. അപ്പു മോളെ മോളെ അപ്പു കണ്ണൂർക്കടാ. അക്കു എപ്രാളത്തോടെ അപ്പുവിന്റെ കവിളിൽ മേലെ തട്ടിക്കൊണ്ട് അവളെ വിളിച്ചു. അവളുടെ മുഖത്തെ വിരൽപ്പാടുകളും ചുണ്ടിലെ ചോരക്കറയും കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാലും ആദ്യമായിട്ട് അച്ഛൻ ഇത് എന്തൊക്കെയായി ചെയ്തു കൂട്ടിയിരിക്കുന്നത്? അപ്പുവിനിങ്ങനെ തള്ളി ചതക്കാൻ എങ്ങനെ തോന്നിയവർക്ക്? കൃഷ്ണജിത്തിനുള്ള അവളുടെ ഇഷ്ടം എപ്പോഴും തന്റെ വായിൽ നിന്ന് വീണുപോയതാ. അവള് തന്നോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിങ്ങനെ അച്ഛനും ആദ്യമായിട്ട് അവൾക്കെതിരായിട്ട് ഉപയോഗിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മോളെ കണ്ണൂർക്കിടി. അക്കു പരിഭ്രമത്തോടെ അവൾ വിളിച്ചുകൊണ്ടിരുന്നു. ഒരല്പനേരത്തിന് ശേഷം കണ്ണുനീരിനാൽ പരസ്പരം ഒട്ടിപ്പോയ പീലികൾ അവൾ വലിച്ചു തുറന്നു. അവ്യക്തമായ ആ ചുണ്ടുകൾ കൃഷ്ണ എന്ന പേര് ഉരുവിടുന്നുണ്ടായിരുന്നു അപ്പോഴും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.